നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. മെയ് 25 ലോക തൈറോയ്ഡ് ദിനമാണ്. നമുക്കറിയാം, ഇന്ന് സർവ്വസാധാരണമായി പലരും കണ്ടുവരുന്ന ഒരു രോഗാവസ്ഥ തന്നെയാണ് തൈറോയ്ഡ് എന്ന് പറയുന്നത്. പലരും അലട്ടുന്ന ഒരു പ്രധാന ആരോഗ്യ പ്രശ്നം തന്നെയാണ് തൈറോയ്ഡ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഹലോ ഡോക്ടർ സംസാരിക്കുന്നതും തൈറോയ്ഡിനെ കുറിച്ചാണ്. തൈറോയ്ഡിനെ കുറിച്ച് അറിയേണ്ട കാര്യങ്ങളാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. ഇന്ന് ഈ വിഷയത്തിൽ നമ്മളോടൊപ്പം സംസാരിക്കാനായി എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ എൻഡോക്രൈനോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറായിട്ടുള്ള ഡോക്ടർ ശ്രീജിത്ത് ബാബുവാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡയബറ്റിസിലെ കൺസൾട്ടൻറ്റ് എൻഡോക്രൈനോളജിസ്റ്റ് കൂടിയാണ് ഡോക്ടർ ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഡോക്ടർ, നമുക്കറിയാം, ഇന്ന് ആദ്യം ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തന്നെ തൈറോയിഡ് എന്ന് പറയുന്നത് ഇന്ന് സർവ്വസാധാരണമായി പലരും കണ്ടുവരുന്ന ഒരു രോഗാവസ്ഥ തന്നെയാണ്. ഈ ഒരു രോഗാവസ്ഥ ഇന്ന് കൂടി വരുന്നുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ ഈ ഒരു അവസ്ഥ ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണം അതെന്താണ്? ഏതൊക്കെ തരം തൈറോയിഡുകളാണ് പ്രധാനമായും ഉള്ളത്? തൈറോയിഡ് രോഗങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് പ്രധാനമായിട്ട് തൈറോയിഡിൻ്റെ 3 തരത്തിലുള്ള അസുഖങ്ങളാണ് തൈറോയിഡിനെ ബാധിച്ച് വരുന്നത്. ഒന്ന്, തൈറോയിഡിൻ്റെ പ്രവർത്തനം കുറയുന്ന ഒരു സാഹചര്യം. പിന്നെ തൈറോയിഡിൻ്റെ പ്രവർത്തനം കൂടുന്ന സാഹചര്യം. മൂന്നാമത് തൈറോയിഡിൻ്റെ മുഴകൾ വരുന്നത്. ഈ 3 അസുഖങ്ങളാണ് പ്രധാനമായിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ തൈറോയിഡ് ഓരോ ഒന്നിനും കാരണങ്ങൾ ഓരോ തരത്തിലുള്ളതാണ്. അപ്പോൾ തൈറോയിഡിൻ്റെ പ്രവർത്തനം കുറയുന്നതിന് മുന്നുള്ള കാലങ്ങളിൽ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവന്നിരുന്നത് അയഡിൻ്റെ കുറവ് കൊണ്ടാണ്. അപ്പോൾ അയഡിൻ ഡെഫിഷ്യൻസി ആയിരുന്നു മുമ്പുള്ള കാലം ഒരു നമ്മൾ 30 വർഷം മുന്നേയുള്ള സമയം എടുക്കുകയാണെങ്കിൽ അയഡിൻ ഡെഫിഷ്യൻസിയാണ് തൈറോയിഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വന്നിരുന്നത്. പിന്നെ നമ്മൾ തൈറോയിഡിൻ്റെ അയഡിൻ്റെ ഉപ്പിലെ അയഡിൻ നമ്മൾ സപ്ലിമെൻറ്റ് ചെയ്ത് തുടങ്ങിയതോടെ ഈ ഒരു കാരണം നമുക്ക് മിക്കവാറും ഓൾമോസ്റ്റ് ഇല്ലാതായി എന്ന് തന്നെ പറയാം. അപ്പോൾ ഇപ്പോൾ വളരെ അപൂർവമായിട്ട് അയഡിൻ ഡെഫിഷ്യൻസി കാരണമുള്ള തൈറോയിഡ് രോഗങ്ങൾ കാണാവുള്ളൂ. ഇപ്പോൾ ഉള്ള മിക്കവാറും തൈറോയിഡ് അസുഖങ്ങളെല്ലാം തന്നെ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തിയുടെ ഒരു അബ്നോർമാലിറ്റി കാരണം, അതായത് പ്രതിരോധ ശക്തി നമ്മുടെ ശരീരത്തിനെതിരെ തന്നെ പ്രവർത്തിക്കുന്നത് കാരണം നമ്മുടെ തൈറോയിഡിൻ്റെ പ്രവർത്തനം കൂടുകയോ കുറയുകയോ ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള കാരണങ്ങളാണ് ഇപ്പോൾ കൂടുതലായിട്ട് കാണുന്നത്. ഡോക്ടർ, അതുപോലെ തന്നെ ഈ തൈറോയിഡിൽ ഹൈപ്പോ തൈറോയിഡ്, ഹൈപ്പർ തൈറോയിഡ്, ഈ 2 അവസ്ഥകൾ ഉണ്ടാകുന്നുണ്ട്. അതിനെപ്പറ്റി ഒരു ചെറിയ രീതിയിലൊന്ന് വിവരിക്കാമോ? ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്നത് തൈറോയിഡിൻ്റെ പ്രവർത്തനം കുറയുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ തൈറോയിഡ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ കഴുത്തിൻ്റെ ഭാഗത്ത് കാണുന്ന ഒരു ചെറിയ ഗ്രന്ഥിയാണ്. അത് തൈറോക്സിൻ എന്ന് പറയുന്ന ഹോർമോണാണ് ഉണ്ടാക്കുന്നത്. T3, T4 എന്ന് പറയുന്ന 2 പ്രധാനപ്പെട്ട ഹോർമോണുകളാണ്. അപ്പോൾ ഈ ഹോർമോണുകൾ നമ്മുടെ ശരീരത്തിൻ്റെ തല മുതൽ കാല് വരെയുള്ള എല്ലാ അവയവങ്ങളുടെ പ്രവർത്തനത്തിനും ആവശ്യമായിട്ടുള്ള ഒരു ഹോർമോണാണ്. അപ്പോൾ ഈ ഹോർമോണിൻ്റെ പ്രവർത്തനം കുറയുന്ന ഒരു അവസ്ഥയാണ് ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്നത്. അപ്പോൾ അത് സൂചിപ്പിക്കുന്ന പോലെ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും സ്ലോ ഡൗൺ ചെയ്യപ്പെടും. അപ്പോൾ നമുക്ക് പൊതുവെ ഒരു ക്ഷീണം, തലച്ചോറിൻ്റെ പ്രവർത്തനം കുറയുന്നു, കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള കഴിവ് കുറയുന്നു, വണ്ണം കൂടുന്നു, തണുപ്പ് സഹിക്കാനുള്ള ബുദ്ധിമുട്ട് വരുന്നു, ഹാർട്ടിൻ്റെ മിടിപ്പ് കുറയുന്നു, പീരീഡ്സിൻ്റെ അബ്നോർമാലിറ്റി വരുന്നു. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് തൈറോയിഡിൻ്റെ പ്രവർത്തനം കുറയുന്നത് മൂലം ഉണ്ടാകുന്നത്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് തൈറോയിഡിൻ്റെ പ്രവർത്തനം കൂടുന്നത് കാരണം ഉണ്ടാകുന്നത്. അമിതമായിട്ട് വെയിറ്റ് കുറയുന്നു, നെഞ്ചിടിപ്പ് ഉണ്ടാകുന്നു, വിറയലുണ്ടാകുന്നു, പൊതുവേ ഒരു വെപ്രാളം, ആൻഷൈറ്റി, വെപ്രാളം, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാകുന്നു, ലൂസ് മോഷൻ ഉണ്ടാകുന്നു, പീരീഡ്സിൻ്റെ പ്രശ്നങ്ങളുണ്ടാകുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് തൈറോയിഡിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തൈറോയിഡ് ഉണ്ട്, ഇത് ടെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ എനിക്ക് തൈറോയിഡ് ഉണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള ചില ഘടകങ്ങളുണ്ടാവും. അത് എന്തൊക്കെയായിരിക്കും? എങ്ങനെയാണ് നമുക്ക് തൈറോയിഡ് ഉണ്ട് എന്ന് തിരിച്ചറിയുന്നത്? ഓക്കെ, തൈറോയിഡ് രോഗങ്ങൾ ഞാനീ പറഞ്ഞ പോലെ ഉള്ള ലക്ഷണങ്ങളെന്ന് പറയുന്ന ഒരു പ്രശ്നമുള്ളത്, ഇത് വളരെ നോൺ സ്പെസിഫിക് ആയിട്ടുള്ള, അതായത് നമ്മളിപ്പോൾ ഒരു ഇൻഫെക്ഷൻ വന്ന് പനി വരുന്നു, അങ്ങനെ ഒരു ക്ലാസിക്കലായിട്ടുള്ള ഒരു ലക്ഷണം നമ്മൾ തൈറോയിഡിൻ്റെ പ്രവർത്തനം കുറയുന്നതോ കൂടുന്നതോ ആയിട്ടുള്ള അസുഖത്തിന് കാണത്തില്ല. അപ്പോൾ പല സന്ദർഭങ്ങളിലും നമുക്ക് തൈറോയിഡിൻ്റെ പ്രവർത്തനം കുറഞ്ഞു പോകുന്ന അവസരങ്ങളിൽ പ്രത്യേകിച്ചും നമ്മൾ തൈറോയിഡിൻ്റെ അസുഖമുണ്ടെന്നുള്ളത് മിസ്സായി പോകും. അപ്പോൾ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ മനസ്സിലാക്കുക. ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തൈറോയിഡിൻ്റെ ടെസ്റ്റ് നമുക്ക് വളരെ വൈഡ്ലി അവൈലബിൾ ആണ്. അപ്പോൾ ഏത് ലാബിലും ഇങ്ങനെയുള്ള അവസ്ഥ, മിക്കവാറും ഗവൺമെൻറ് ഹോസ്പിറ്റലുകളെല്ലാം തന്നെ തൈറോയിഡിൻ്റെ പ്രവർത്തനം നോക്കുന്ന ടെസ്റ്റ് അവൈലബിൾ ആണ്. അത് ടെസ്റ്റ് ചെയ്ത് തന്നെയാണ് തൈറോയിഡിൻ്റെ പ്രശ്നമുണ്ടെന്ന്, രോഗമുണ്ടെന്ന് കണ്ടുപിടിക്കുന്നത്.
വ്യക്തമാണ് ഡോക്ടർ. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു പ്രേക്ഷക ചേരുന്നുണ്ട്. കൊച്ചിയിൽ നിന്നും ശൈലജയാണ്. ശൈലജ ഡോക്ടറോട് ചോദിച്ചോളൂ. നമസ്കാരം സാറേ, ഞാൻ ആദ്യം എനിക്ക് തൈറോയ്ഡ് കൂടിയിട്ട് 100ന്റെ ഗുളികയാണ് എനിക്ക് തന്നിരുന്നത്. അത് കഴിഞ്ഞ് ഇപ്പൊ എനിക്ക് ഇടയ്ക്ക് 2 വർഷമൊക്കെ സൗണ്ട് പോകുമായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പൊ എനിക്ക് തൈറോയ്ഡ് കൂടുതലാണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ 125ന്റെ ഗുളികയാണ് ഞാൻ കഴിക്കണം. എന്റെ 51. ബോഡി വെയിറ്റ് എത്ര ഉണ്ട്? ബോഡി വെയിറ്റ് എനിക്ക് നല്ല വെയിറ്റ് ഉണ്ട് സാറേ. ഇപ്പൊ എനിക്ക് വെയിറ്റ് ഇല്ലായിരുന്നു, തൈറോയ്ഡ് കൂടിയ പിന്നെയാണ് വെയിറ്റ് കൂടിയത്. എത്ര കിലോ ഉണ്ടാവും ഭാരം, ശരീരഭാരം? അത് എന്നാൽ എനിക്ക് ഹാർട്ടിന് എനിക്ക് വയ്യ. അപ്പൊ വെയിറ്റ് നോക്കിയപ്പോ ഒരു 80ന്റെ അടുത്തുണ്ടെന്നാ പറഞ്ഞായിരുന്നത്. നമുക്ക് സാധാരണഗതിയിൽ നമുക്ക് തൈറോയിഡിൻ്റെ ഹോർമോൺ നമുക്ക് എത്ര ശരീരത്തിൽ ആവശ്യമുണ്ടോ അത്രയും അളവ് എടുക്കുമ്പോൾ നമുക്ക് തൈറോയിഡിൻ്റെ ടെസ്റ്റുകൾ നോർമലായിട്ട് വരും. അപ്പോൾ നമ്മൾ ഇപ്പോൾ തൈറോയിഡിൻ്റെ പ്രവർത്തനം കുറയുകയാണെങ്കിൽ TSH എന്ന് പറഞ്ഞാൽ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന് പറയുന്ന ഒരു ഹോർമോൺ, അത് നമ്മുടെ തലച്ചോറിൽ നിന്നുണ്ടാകുന്നതാണ്. തലച്ചോറിലെ പിറ്റ്യൂട്ടറി എന്ന് പറയുന്ന ഗ്രന്ഥിയിൽ നിന്നുണ്ടാകുന്നതാണ്. അപ്പോൾ തൈറോയിഡിൻ്റെ പ്രവർത്തനം കുറയുകയാണെങ്കിൽ ഈ TSH എന്ന് പറയുന്ന ഹോർമോൺ കൂടുകയാണ് ചെയ്യുന്നത്. അതുപോലെ നേരെ ഓപ്പോസിറ്റ്, തൈറോയിഡിൻ്റെ പ്രവർത്തനം കൂടുകയാണെങ്കിൽ TSH എന്ന് പറയുന്ന ഹോർമോൺ കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് രോഗം കണ്ടുപിടിക്കുന്നത് പോലെ തന്നെ നമുക്ക് മരുന്നിൻ്റെ അളവ് നിശ്ചയിക്കുന്നതിലും ഈ TSH എന്ന് പറയുന്ന ഹോർമോണിൻ്റെ അളവ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഹോർമോണിൻ്റെ അളവ് ശരിയായ അളവിലാണെന്നുണ്ടെങ്കിൽ TSH എന്ന് പറയുന്ന ഹോർമോണിൻ്റെ അളവ് നോർമലായിരിക്കും. ഇപ്പോൾ TSH എന്ന് പറയുന്ന ഹോർമോണിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ നമ്മൾ എടുക്കുന്ന ഹോർമോണിൻ്റെ അളവ്, അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്നത് കാരണം ശരീരത്തിൽ ഉണ്ടാകുന്ന ഹോർമോണിൻ്റെ അളവ് വളരെ ആവശ്യത്തിന് ഇല്ല എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് തൈറോയിഡിൻ്റെ ഹോർമോണിൻ്റെ അളവ് കൂട്ടേണ്ടി വരും. പക്ഷേ ഇതിനകത്ത് ഒരു കാര്യമുള്ളത്, ഒരുപാട് വലിയ ഡോസ് മിക്കവാറും നമുക്ക് വേണ്ടി വരത്തില്ല. അത് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമേ വളരെ ഹൈ ഡോസ് മരുന്നുകൾ, ഇപ്പം 150ക്ക് മേലെയുള്ള ഡോസ് നമുക്ക് വേണ്ടി വരത്തുള്ളൂ. ഒരുപാട് സന്ദർഭങ്ങളിൽ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ഹോർമോണിൻ്റെ അളവ് കറക്റ്റാകുകയോ അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരി നമ്മൾ എടുക്കുന്ന രീതി കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ്. അതായത് നമ്മൾ ആഹാരത്തിന് 1 മണിക്കൂർ മുന്നെയാണ് തൈറോയിഡിൻ്റെ ഹോർമോൺ കഴിക്കേണ്ടത്. അത് മാത്രമല്ല, ഇൻ കേസ് ഒരു ദിവസം നമ്മൾ വിട്ടുപോവുകയാണെങ്കിൽ നമ്മൾ പിറ്റേ ദിവസം 2 ഗുളിക കഴിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ കൃത്യമായിട്ടുള്ള രീതിയിൽ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് മിനിമം ഡോസ് വെച്ച് തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഹോർമോൺ ശരീരത്തിൽ കിട്ടും. പ്രേക്ഷകയ്ക്ക് വ്യക്തമായെന്ന് കരുതുന്നു. ഡോക്ടർ, നമുക്ക് അതിലേക്ക് തന്നെ തിരികെ വരാം. ടെസ്റ്റുകൾ, തൈറോയ്ഡ് മനസ്സിലാക്കാനുള്ള TSH ടെസ്റ്റ് പോലുള്ള ടെസ്റ്റുകളുണ്ട്. അതുപോലെ തന്നെയാണ് ഈ നമ്മുടെ TPO ടെസ്റ്റുകളൊക്കെ പറയും. അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് കൂടുതൽ വിവരിച്ച് തരാമോ? ഓക്കെ. തൈറോയിഡിൻ്റെ ബേസിക് ടെസ്റ്റ്, തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത് T3, T4, TSH ഇങ്ങനെയുള്ള 3 ഹോർമോൺ നോക്കുന്നതാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ T3, T4 കുറയുന്ന അവസരത്തിൽ നമ്മുടെ ശരീരത്തിലെ ഒരു നോർമൽ റെസ്പോൺസാണ്. അതിൻ്റെ പ്രവർത്തനം കൂട്ടുന്നതിന് വേണ്ടി TSH എന്ന് പറയുന്ന ഹോർമോൺ ശരീരത്തിൽ കൂടുതൽ വരും. അപ്പോൾ TSH കൂടും. അപ്പോൾ തൈറോയിഡിൻ്റെ പ്രവർത്തനം കുറയുന്ന സമയത്ത് TSH കൂടുകയും നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു TSH കുറയുന്നത് തൈറോയിഡിൻ്റെ പ്രവർത്തനം കുറയുമ്പോഴുമാണ്. ഇനി ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഫ്രീ T4 എന്ന് പറയുന്ന ഒരു ഹോർമോൺ, അത് ഫ്രീ ഹോർമോൺ അളവും കൂടെ ചില ഘട്ടങ്ങളിൽ നോക്കേണ്ടി വരും. പിന്നെ ഉള്ളത് ആൻറ്റി തൈറോയിഡ് പെറോക്സിഡേസ്, TPO എന്ന് പറയുന്ന ഒരു ടെസ്റ്റാണ്. ഇത് ഒരുപാട് പ്രാവശ്യം പല പേഷ്യൻറ്റും നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് TPO ചെയ്തിട്ട് അതിൻ്റെ ലെവല് കുറയുന്നില്ല എന്നുള്ള ഒരു ഉത്കണ്ഠ പ്രകടിപ്പിക്കാറുണ്ട്. പക്ഷേ ഇതിന് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്ത് നോക്കേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അതായത് നമ്മുടെ തൈറോയിഡിൻ്റെ അസുഖം വരുന്നതിനുള്ള ഒരു കാരണം, ആ ഒരു ആൻറ്റിബോഡിയുടെ പേരാണ് ആൻറ്റി തൈറോയിഡ് പെറോക്സിഡേസ് ആൻറ്റിബോഡി. ഹൈപ്പോതൈറോയിഡിസം, അതായത് തൈറോയിഡിൻ്റെ പ്രവർത്തനം കുറയുന്നതിനുള്ള ഒരു കാരണമാണ്. അപ്പോൾ അത് ഹൈപ്പോതൈറോയിഡിസത്തിൻ്റെ ഇപ്പോൾ ഉണ്ടാകുന്ന കാരണങ്ങൾ ഒരു 95% കൂടുതലും അത് കാരണമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ചില കേസുകളിൽ നമ്മൾ ഡയഗ്നോസിസ് കൺഫേം ചെയ്യാൻ വേണ്ടി, അതായത് തൈറോയിഡിൻ്റെ പ്രവർത്തനം കുറയുന്നത് ഇന്ന കാരണമാണ് എന്നുള്ളത് ഉറപ്പിക്കാൻ വേണ്ടി മാത്രം TPO എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്യാറുണ്ട്. പിന്നെ പ്രഗ്നൻസിയുടെ സമയത്ത് നമുക്ക് വരുവാണെങ്കിൽ ചില കേസുകളിൽ TPO എന്ന് പറയുന്ന ടെസ്റ്റ് വേണ്ടി വരും, നമ്മൾ ചികിത്സ വേണോ വേണ്ടയോ നിശ്ചയിക്കുന്നതിന്. അതല്ലാതെ ഒരു തവണ നമ്മൾ തൈറോയിഡിന് കുഴപ്പമുണ്ടെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ റിപ്പീറ്റഡ് ആയിട്ട് TPO ചെയ്ത് നോക്കേണ്ട ഒരു കാര്യമില്ല. അതിൻ്റെ ലെവൽ കുറയുന്നില്ല എന്നോർത്ത് ഒന്നും നമുക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം
ഈ ആൻറ്റി TPO എന്ന് പറയുന്ന ആൻറ്റിബോഡി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരേ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് തൈറോയിഡിൻ്റെ പ്രവർത്തനം കുറയ്ക്കുകയാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് തൈറോയിഡിൻ്റെ ഹോർമോൺ നമുക്ക് ആവശ്യമുള്ള അളവിൽ എടുത്ത് TSH എന്ന് പറയുന്ന ഹോർമോൺ നോർമലാക്കി നിർത്തുക എന്നുള്ളത് മാത്രമാണ് ചെയ്യേണ്ടത്. റിപ്പീറ്റഡ് ആയിട്ട് TPO ചെയ്യേണ്ട കാര്യം ഇല്ല. ശരി ഡോക്ടർ, നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. കൊച്ചിയിൽ നിന്നും ഷിബിയാണ്. ഷിബി ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. പറഞ്ഞോ. ഡോക്ടർ, എനിക്കിപ്പോ 12 വർഷമായി തൈറോയിഡ് ഉണ്ടായിട്ട്. അതിൽ ഞാൻ 8 വർഷം മരുന്ന് കണ്ടിന്യൂസ് കഴിച്ചായിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് കൊറോണ വന്നു കഴിഞ്ഞ് ഞാൻ വേറെ ഹോസ്പിറ്റലിലേക്ക് ചികിത്സ മാറ്റി കഴിഞ്ഞപ്പോൾ അവിടെ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ അതില്ല. അപ്പൊ ആ ഡോക്ടറിനോട് പറഞ്ഞു മരുന്ന് നിർത്തിക്കോ, പ്രശ്നങ്ങളില്ല, മരുന്ന് ഇനി കഴിക്കേണ്ടതാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു 2 വർഷം മുന്നേ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് തൈറോയിഡ് ഉണ്ട്. ഞാനിപ്പോ ടാബ്ലറ്റ് ഒന്നും കഴിക്കണ്ട, വേറെ പിന്നെ ഡോക്ടറിനെ ചെക്കപ്പ് ചെയ്യാൻ പോയിട്ടില്ല. ഈ തൈറോയിഡ് ഉണ്ടെന്ന് പറയാൻ കാരണം TSH എന്ന് പറയുന്ന ടെസ്റ്റിന്റെ കൂടുതലോ കുറവോ എന്താണ് ഉണ്ടായിരുന്നത്? എന്റെ TSH ആണ് കൂടുതലും കണ്ടത്. അത് എത്രയാണെന്ന് അറിയാവോ? അത് ഒരു 3-5 വർഷമായി സാർ ഞാനത് കണ്ടു തുടങ്ങിയത്, നോക്കിയിട്ടത്. ഓക്കെ. സാധാരണഗതിയിൽ നമുക്ക് TSH എന്ന് പറയുന്ന ഹോർമോൺ യൂഷ്വലി 10 മേലെ ആകുമ്പോഴാണ് ട്രീറ്റ്മെൻറ്റ് എന്തായാലും കൊടുക്കേണ്ടത്. ചില സാഹചര്യങ്ങളിൽ നമ്മൾ എസ്പെഷ്യലി പ്രഗ്നൻസി ഒക്കെ ഉള്ള സമയത്ത് ലോവർ ലെവൽ ഓഫ് TSH ഉള്ളപ്പോഴും 5 മുതൽ 10 വരെ ഉള്ളപ്പോഴും അതൊക്കെ കഴിഞ്ഞ പിന്നെ എനിക്ക് ഡോക്ടർ എനിക്ക് 2.55 ആണ് മരുന്ന് തന്നുകൊണ്ടിരുന്നത് സാറ്. അത് മിക്കവാറും തൈറോയിഡിന്റെ പ്രവർത്തനം കൂടിയത് കാരണം നിയോമെർക്കസോൾ എന്ന് പറയുന്ന ഒരു ഗുളികയായിരിക്കും തന്നത്. അത് തൈറോയിഡിന്റെ പ്രവർത്തനം കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള മരുന്നാണ്. അത് സാധാരണഗതിയിൽ തൈറോയിഡിന്റെ പ്രവർത്തനം കൂടുന്ന ഒരു സാഹചര്യത്തിൽ തൈറോയിഡിന്റെ പ്രവർത്തനം കുറയ്ക്കാൻ വേണ്ടി കൊടുക്കുന്ന മരുന്നാണ്. ഇത് തൈറോയിഡിന്റെ പ്രവർത്തനം കൂടുന്ന സാഹചര്യം നമ്മൾ സാധാരണഗതി ഗ്രേവ്സ് ഡിസീസ് എന്ന് പറയുന്ന ഒരു അസുഖം കാരണമാണ് മിക്കവാറും സന്ദർഭങ്ങളിൽ ഉണ്ടാകുന്നത്. ഈ ഗ്രേവ്സ് ഡിസീസ് എന്ന് പറയുന്നത് നമ്മൾ യൂഷ്വൽ കേസിൽ ഒരു 2 ഇയേഴ്സ് 1.5 തൊട്ട് 2 വർഷം വരെ മാക്സിമം മരുന്ന് കഴിക്കുകയും അത് കഴിച്ചതിന് ശേഷം ഒരു 60% ആൾക്കാരിൽ ആ തൈറോയിഡിൻ്റെ പ്രവർത്തനം നോർമലായി മാറുകയും ചെയ്യും. ഒരു 30-40% ആൾക്കാരിൽ ഈ തൈറോയിഡിൻ്റെ പ്രവർത്തനം വീണ്ടും കൂടുന്ന ഒരു സാഹചര്യം വരും. അങ്ങനെയുള്ള കേസുകൾ നമുക്ക് വേറെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. ഒന്നുകിൽ നമുക്ക് ചെറിയ ഡോസ് മരുന്ന് തന്നെ വീണ്ടും ഒരു 1.5 വർഷം കഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ റേഡിയോ ആക്റ്റീവ് അയഡിൻ അബ്ലേഷൻ എന്ന് പറഞ്ഞിട്ട് അയഡിൻ മരുന്ന് കൊടുത്ത് ഗ്രന്ഥി ചുരുക്കുന്ന ഒരു അവസ്ഥയിൽ ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനുണ്ട്. പിന്നെ വലിയ മുഴയൊക്കെ ആണെങ്കിൽ നമുക്ക് സർജറി തന്നെ വേണ്ടി വരും. ഇല്ല, എനിക്ക് അങ്ങനെ ഇല്ല, ഒരു ചെറിയ തടുപ്പ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്ത് നോക്കുക. അതിൻ്റെ അളവനുസരിച്ചാണ് നമുക്ക് ട്രീറ്റ്മെൻറ്റ് വേണം. അത് നോർമലായിട്ടാണ് TSH, T3, T4 മുതലായ ഹോർമോൺ നിൽക്കുന്നതെങ്കിൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ആവശ്യമില്ല. അതായത് സൂചിപ്പിച്ചു ഗർഭിണികളുടെ കാര്യം, അതിലേക്ക് തന്നെ കടക്കാം. പലരും ഉള്ള ഒരു സംശയം തന്നെയാണ്, നമ്മളിപ്പോൾ ഗർഭകാലത്ത് തൈറോയ്ഡ് വരിക അല്ലെങ്കിൽ അതിന് മുന്നേ തന്നെ തൈറോയ്ഡ് ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ കുട്ടിക്ക് ആ ഒരു അവസ്ഥ തൈറോയ്ഡ് വരാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ വരാനുള്ള സാധ്യത ഉണ്ടോ? പ്രഗ്നൻസി സമയത്ത് പലർക്കും ഉള്ള സംശയമാണ്, നമ്മൾ തൈറോയിഡിൻ്റെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് നിർത്തണോ, അത് കുട്ടിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കുമോ എന്നുള്ളത്. പക്ഷേ ശരിക്കുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് പ്രഗ്നൻസി സമയത്ത് ആദ്യത്തെ ഒരു കുറച്ച് നാളെങ്കിലും കുട്ടിയുടെ തൈറോയിഡ് ഹോർമോൺ പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്യാത്ത ഒരു സാഹചര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അമ്മയുടെ എടുക്കുന്ന ഹോർമോൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് സാധാരണയായി നമുക്ക് പ്രഗ്നൻസി സമയത്ത് നമ്മൾ പ്രഗ്നൻസിക്ക് മുന്നേ എടുക്കുന്ന ഡോസിന് കുറച്ച് ഒരു 30%ഓളം ഡോസ് കൂടുതലാണ് മിക്കവാറും വേണ്ടി വരുന്നത്. ഇത് വളരെ പ്രധാനമാണ്, കാരണം കുട്ടിയുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള വളർച്ചയ്ക്ക് അമ്മ ഈ തൈറോയിഡ് ഹോർമോൺ കൃത്യമായിട്ട് എടുക്കേണ്ടത് വളരെ ആവശ്യമാണ്. വളരെ വ്യക്തമാണ് ഡോക്ടർ. അതുപോലെ തന്നെ നമ്മൾ ഇതിലുള്ള ഒരു ചികിത്സാ രീതി എന്ന് പറയുന്നത് സാധാരണ ഗുളിക കുടിക്കൽ മാത്രമാണോ, അല്ലെങ്കിൽ മറ്റ് ചികിത്സാ രീതികളുണ്ടോ, അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ എന്ന രീതിയിലേക്ക് തലത്തിലേക്ക് ഇത് കടക്കുന്നുണ്ടോ? ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തൈറോയിഡിൻ്റെ പ്രവർത്തനം കുറയുന്ന ഒരു സാഹചര്യമുണ്ട്, തൈറോയിഡിൻ്റെ പ്രവർത്തനം കൂടുന്ന ഒരു സാഹചര്യമുണ്ട്, തൈറോയിഡിൻ്റെ മുഴകൾ ഉണ്ടാകുന്നുണ്ട്. ഇതിൽ തൈറോയിഡിൻ്റെ പ്രവർത്തനം കുറയുന്ന അസുഖം എന്ന് പറയുന്നത് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്നതാണ്. ഭേദമാക്കുക മീൻസ് നമുക്ക് നമ്മുടെ ശരീരത്തിൽ എന്താണ് കുറവുള്ളത് അത് വേണ്ട അളവിൽ എടുക്കുക എന്നുള്ളത് മാത്രമാണ്. അതൊരു മരുന്നായി പോലും ശരിക്കും എടുക്കേണ്ട കാര്യമില്ല. നമ്മുടെ ശരീരത്തിൽ നോർമലി ഉണ്ടാകുന്ന ഒരു സാധനം, നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനത്തിനും ആവശ്യമുള്ള ഒരു സാധനം നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിനില്ലാത്തതുകൊണ്ട് പുറത്തുനിന്ന് എടുക്കുന്നു.
ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് തൈറോയിഡിൻ്റെ പ്രവർത്തനം കൂടുന്ന ഒരു സാഹചര്യമാണ്. ഈ തൈറോയിഡിൻ്റെ പ്രവർത്തനം കൂടുന്ന സാഹചര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മിക്കവാറും സന്ദർഭങ്ങളിൽ ഗ്രേവ്സ് ഡിസീസ് എന്ന് പറഞ്ഞ ഒരു അസുഖം കാരണമാണ് ഉണ്ടാകുന്നത്. അതുണ്ടാകുമ്പോൾ നമുക്ക് മരുന്നുകൾ തന്നെയാണ് മിക്കവാറും സന്ദർഭങ്ങളിൽ ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനായിട്ടുള്ളത്. അത് ഏകദേശം 1-1.5-2 വർഷം വരെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതുണ്ട്. അത് ഒരേ അളവിലായിരിക്കില്ല. ആദ്യം ട്രീറ്റ്മെൻറ്റ് കൂടിയ ഡോസിൽ തുടങ്ങിയതിന് ശേഷം പതിയെ കുറഞ്ഞ് ഒരു മിനിമൽ ഡോസാക്കി മെയിൻറ്റെയിൻ ചെയ്യുകയാണ് വരുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു 1.5 വർഷം ആകുമ്പോഴത്തേക്കും നമുക്കൊരു 60% പേർക്കെങ്കിലും നമുക്ക് നിർത്താൻ പറ്റും. അത് വീണ്ടും വരാനുള്ള സാധ്യതയും കുറവാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഒരു 40% ആൾക്കാരിലെങ്കിലും അത് വീണ്ടും വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നമുക്ക് മറ്റുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് പ്രധാനമായി വരുന്നത്. അത് നേരത്തെ പറഞ്ഞതുപോലെ അയഡിൻ മരുന്ന് കൊടുത്ത് ഗ്രന്ഥി ചുരുക്കുന്ന ഒരു ഓപ്ഷൻ, ചെറിയ ഗ്രന്ഥിയൊക്കെ ആണെങ്കിൽ മിക്കവാറും സന്ദർഭങ്ങളിൽ നമുക്ക് അയഡിൻ മരുന്ന് കൊടുത്ത് സർജറി ഇല്ലാതെ തന്നെ ഇത് ചെയ്യാൻ പറ്റും. അതില്ല, വലിയ ഗ്രന്ഥിയാണെന്നുണ്ട് എങ്കിൽ നമുക്ക് സർജറിയിലോട്ട് തന്നെ പോകേണ്ടി വരും. ഇനി മൂന്നാമത്തെ പ്രശ്നമെന്ന് പറയുന്നത് തൈറോയിഡിൻ്റെ മുഴകളാണ്. തൈറോയിഡിൻ്റെ മുഴകൾ വരുന്നതിനും എല്ലാ സന്ദർഭങ്ങളിലും നമുക്ക് സർജറിയുടെ ആവശ്യം വേണ്ടി വരത്തില്ല. നമ്മൾ നോക്കുവാണെങ്കിൽ തൈറോയിഡ് ഇപ്പോൾ മുഴകൾ നമ്മൾ ചുമ്മാ ഒരു അൾട്രാസൗണ്ട് എടുത്താൽ തന്നെ ഒരു പകുതിയോളം പേർക്ക് തൈറോയിഡിൻ്റെ മുഴകൾ കാണാം. അപ്പോൾ ഈ മുഴകൾ ഒരു 90% അല്ലെങ്കിൽ 95% കുഴപ്പമില്ലാത്ത ടൈപ്പ് മുഴകളാണ്. അപ്പോൾ അതിൽ നമ്മൾ സാധാരണഗതിയിൽ അൾട്രാസൗണ്ടിൽ നമുക്ക് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ, അതായത് നമുക്ക് ക്യാൻസർ പോലുള്ള പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുള്ള മുഴകളാണെന്ന് അൾട്രാസൗണ്ട് വഴി ബോധ്യപ്പെട്ടാൽ നമ്മളത് ഫൈൻ നീഡിൽ ആസ്പിറേഷൻ എന്ന് പറയുന്ന ഒരു ടെസ്റ്റ്, അതായത് സൂചി കുത്തി പരിശോധിച്ച് എടുക്കുക, അതിൻ്റെ കുറച്ച് സെൽസ് എടുത്ത് പരിശോധിക്കുക എന്നുള്ളതാണ്. അതിൽ നമുക്ക് ക്യാൻസറിൻ്റെ സംശയം ഉണ്ടെങ്കിൽ മാത്രമാണ് സർജറിയിലോട്ട് നമ്മൾ പോകുന്നത്. ഇതൊന്നും ഇല്ലാതെ തന്നെ നമുക്കിപ്പോൾ വലിയ മുഴയാണ്, അല്ലെങ്കിൽ നമുക്ക് ചില സാഹചര്യങ്ങളിൽ മുഴ നമ്മുടെ കഴുത്തിനുള്ളിലോട്ട് വളരാം. റിട്രോസ്റ്റേണൽ എക്സ്റ്റൻഷൻ എന്ന് പറയും. നമ്മുടെ അകത്തോട്ട് കഴുത്തിനുള്ളിലോട്ട് മുഴ വളരുന്ന ഒരു സാഹചര്യമുണ്ട്. പിന്നെ നമുക്ക് വലിയൊരു മുഴയാകുമ്പോൾ ഒരു അഭംഗി ചിലപ്പോൾ കാണുമ്പോൾ ഒരു കോസ്മെറ്റിക് പർപ്പസിന് വേണ്ടിയും സർജറി ചെയ്യാറുണ്ട്. ശരി ഡോക്ടർ, ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്നും രേഷ്മയാണ്. രേഷ്മ ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ. രേഷ്മ പറഞ്ഞോളൂ. ഹലോ പറഞ്ഞോളൂ രേഷ്മ പറഞ്ഞോളൂ. ഒരിക്കൽ തൈറോയ്ഡ് ടെസ്റ്റ് ചെയ്ത സമയത്ത് കുറച്ചെന്തോ കൂടുതലുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ആ സമയത്ത് മെഡിസിൻ ഒന്നും എടുത്തില്ലായിരുന്നു. ഇപ്പൊ കുഞ്ഞിനത് വരാൻ ചാൻസ് ഉണ്ടോ? തൈറോയിഡ് അമ്മയ്ക്ക് വരുവാണെങ്കിൽ കുഞ്ഞിന് വരാനുള്ള സാധ്യത ഉണ്ട്. കാരണം തൈറോയിഡിൻ്റെ ജനിതകമായ കാരണങ്ങൾ കൊണ്ട് തൈറോയിഡ് വരാം. അപ്പോൾ നമുക്ക് അമ്മയ്ക്ക് ഉണ്ടെങ്കിൽ നമുക്ക് കുഞ്ഞിന് എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ തൈറോയിഡിൻ്റെ ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. നമുക്ക് ടെസ്റ്റ് ചെയ്താൽ മാത്രമേ ആക്ച്വലി തൈറോയിഡിൻ്റെ പ്രവർത്തനം ശരിയാണോ അത് കുറവുണ്ടോ എന്നുള്ളത് അറിയുന്നത്. അപ്പോൾ തൈറോയിഡ് സംബന്ധമായിട്ടുള്ള ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ടെസ്റ്റ്, തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ്, നമുക്ക് എല്ലാ ലാബുകളിലും അവൈലബിൾ ആണ്. അതൊന്ന് ചെയ്ത് നോക്കുന്നതായിരിക്കും നല്ലത്. എന്താ തൈറോയിഡ് ഉണ്ടാകാറുണ്ടോ? രേഷ്മ, ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കാമോ? ഷുഗറിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ തൈറോയിഡിന് വല്ല പ്രശ്നം ഉണ്ടാവുമോ? ഷുഗറിൻ്റെ പ്രശ്നവും തൈറോയിഡിൻ്റെ പ്രശ്നവും തമ്മിൽ ഡയറക്റ്റ്ലി വലിയ കണക്ഷൻ ഇല്ല. പക്ഷേ ചില തരത്തിലുള്ള ഡയബറ്റീസ്, അതായത് നമുക്ക് ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറയുന്ന ഡയബറ്റീസ് ഉള്ളവർക്ക് തൈറോയിഡും ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി നമ്മുടെ ശരീരത്തിനെതിരെ പ്രവർത്തിക്കുന്ന കണ്ടീഷൻസിൽ ഒരു ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ എന്ന് പറയും. അതായത് നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി നമ്മുടെ ശരീരത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ആ അവസ്ഥയിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇതുപോലെ തന്നെ തൈറോയിഡിൻ്റെ പ്രശ്നങ്ങളും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടൈപ്പ് 1 ഡയബറ്റീസ് ഉള്ള കുട്ടികൾ നമ്മൾ വർഷത്തിലൊരിക്കലെങ്കിലും തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യാറുണ്ട്. പ്രേക്ഷയ്ക്ക് വ്യക്തമായെന്ന് കരുതുന്നു ഡോക്ടർ. നമ്മൾ നേരത്തെ ചികിത്സാ രീതികളെ പറ്റി സംസാരിച്ചു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ വർഷങ്ങളായി മരുന്ന് കഴിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാൾ, അവർക്ക് ഈ ഒരു ഇതിൻ്റെ ഭാഗമായിട്ട് മറ്റ് അവയവങ്ങളെ ഇത് ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്നുണ്ടോ? തൈറോയിഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തൈറോയിഡിൻ്റെ ഹോർമോൺ എന്ന് പറയുന്നത് നമ്മുടെ തല മുതൽ കാല് വരെയുള്ള എല്ലാ അവയവങ്ങളുടെയും പ്രവർത്തനത്തിന് ആവശ്യമുള്ളതാണ്. അപ്പോൾ ശരിയായ അളവിൽ ഹോർമോൺ കഴിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ തൈറോയിഡിൻ്റെ പ്രവർത്തനം കൂടി നിൽക്കുന്ന അവസരത്തിൽ ശരിയായ ചികിത്സ എടുക്കാതിരിക്കുകയോ ചെയ്യുവാണെങ്കിൽ എല്ലാ അവയവങ്ങളുടെയും പ്രവർത്തനത്തിനെ നമുക്ക് ബാധിക്കാം. ഇപ്പം നമ്മൾ തലച്ചോറിനെ ബാധിക്കാം. തലച്ചോറിൻ്റെ പ്രവർത്തനം ഹൈപ്പോതൈറോയിഡിസത്തിലാണെങ്കിൽ അത് കുറയുന്ന ഒരു മന്ദത, തൈറോയിഡിൻ്റെ പ്രവർത്തനം കൂടുന്ന അവസരത്തിൽ അതിന് പ്രവർത്തനത്തിന് കൂടുന്ന അവസരത്തിലൊരു
വെപ്രാളം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. പിന്നെ ഹാർട്ടിൻ്റെ പ്രവർത്തനത്തിനെ ബാധിക്കാം. ഹാർട്ടിൻ്റെ പ്രവർത്തനത്തിൻ്റെ മിടിപ്പ് കുറയ്ക്കാം. തൈറോയിഡിൻ്റെ പ്രവർത്തനം കൂടുതലാണെങ്കിൽ ഹാർട്ടിൻ്റെ മിടിപ്പ് കൂട്ടാം. ഹാർട്ടിൻ്റെ മിടിപ്പിൻ്റെ വേരിയേഷൻ റിതം വ്യത്യാസങ്ങൾ ഉണ്ടാക്കാം. അത് കാരണമുള്ള സ്ട്രോക്ക് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം. അതുപോലെ നമ്മൾ പീരീഡ്സിൻ്റെ അബ്നോർമാലിറ്റി കാരണം നമുക്ക് കുഞ്ഞുങ്ങളുണ്ടാകുന്നതിനും പ്രഗ്നൻ്റ് ആകുന്നതിനുമൊക്കെ ഉള്ള പ്രശ്നങ്ങൾ വരാം. പുരുഷന്മാർക്കും ഈ പറഞ്ഞ പോലെ വന്ധ്യതയുടെ ഇഷ്യൂസ് ഉണ്ടാവാം. നമുക്ക് കുട്ടികളിലാണെങ്കിൽ നമ്മൾ ഗ്രോത്ത്, ശാരീരികവും മാനസികവുമായിട്ടുള്ള വളർച്ച ചിലപ്പോൾ അഫക്റ്റ് ചെയ്യാം. പ്രത്യേകിച്ച് നമ്മൾ കൺജനിറ്റൽ ഹൈപ്പോതൈറോയിഡിസം എന്ന് പറഞ്ഞ് ജന്മനാ ഉള്ള തൈറോയിഡിൻ്റെ പ്രവർത്തനം കുറയുന്ന ഒരു സാഹചര്യമുണ്ട്. ആ കേസിൽ നമ്മൾ അത് ഏർലി സ്റ്റേജിൽ തന്നെ കണ്ടുപിടിച്ച് ചികിത്സിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മാനസികമായിട്ടുള്ള വൈകല്യങ്ങളും ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളും കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകും. പിന്നെ ഇത് വളരെ കൂടി നമുക്ക് തൈറോയിഡിൻ്റെ പ്രവർത്തനം കൂടി അത് വളരെ സീരിയസ് ആയിട്ടുള്ള കണ്ടീഷൻ, തൈറോയിഡ് ക്രൈസിസ്, തൈറോയിഡ് സ്റ്റോം എന്നൊക്കെ പറഞ്ഞ് തൈറോയിഡിൻ്റെ ഹോർമോൺ ഒരുപാട് ശരീരത്തിൽ വരുന്നതും അതേസമയം തന്നെ തൈറോയിഡിൻ്റെ ഒരുപാട് കുറഞ്ഞിട്ട് അബോധാവസ്ഥയിൽ പോകുന്ന മിക്സഡിമ, കോമ എന്നൊക്കെ പറയുന്ന കണ്ടീഷൻസും അത് മരണം വരെയും ഉണ്ടാക്കാം. അപ്പം കറക്റ്റായിട്ട് ചികിത്സിച്ചില്ല എന്നുണ്ടെങ്കിൽ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ കാരണം ഉണ്ടാകാം. ഡോക്ടർ, പലർക്കുമുള്ള ഒരു സംശയമാണ്, എന്തെങ്കിലും ഒരു പ്രതിരോധം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ തൈറോയ്ഡ് വരുന്നത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുമോ എന്നുള്ളത്. അതിൽ എന്താണ് പറയാനുള്ളത്? തൈറോയിഡിൻ്റെ പ്രവർത്തനം നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അയഡിൻ ഡെഫിഷ്യൻസി ഉണ്ടായിരുന്ന ഒരു സമയത്ത് നമുക്ക് അയഡൈസ്ഡ് ഉപ്പ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തതോടുകൂടി അയഡിൻ ഡെഫിഷ്യൻസി കാരണമുള്ള തൈറോയിഡ് നമ്മൾ മിക്കവാറും ഓൾമോസ്റ്റ് ഇല്ലാതാക്കുക തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതേ അവസരത്തിൽ തന്നെ പറയേണ്ടത് തൈറോയിഡ് അയഡിൻ്റെ അളവ് ഒരുപാട് കൂടിയാലും നമുക്ക് ഈ ഓട്ടോ ഇമ്മ്യൂൺ തൈറോയിഡ് ഡിസീസ് മുതലായ അസുഖങ്ങൾ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് എങ്ങനെ അവോയ്ഡ് ചെയ്യാൻ നോക്കിയാൽ നമുക്ക് ആവശ്യമുള്ള അളവിലാണ് നമ്മൾ മിക്കവാറും, അതായത് നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ ഉപ്പുകളെല്ലാം ഒരു നിശ്ചിത അളവിൽ മാത്രമേ അയഡിൻ്റെ അളവ് അതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള മിക്കവാറും അവൈലബിൾ ആയിട്ടുള്ള സോൾട്ട് എല്ലാം തന്നെ അത്രയും അളവിലാണ് നമുക്കുള്ളത്. അപ്പോൾ അത് കഴിക്കുക. പിന്നെ നമുക്ക് ഹിമാലയൻ സോൾട്ട്, പിങ്ക് സോൾട്ട് എന്ന് പറഞ്ഞിട്ട് ഉള്ള സോൾട്ടുണ്ട്. അത് വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ അതിൽ ആവശ്യത്തിനുള്ള അയഡിൻ ഇല്ല എന്നുള്ളതാണ് സത്യം. പിന്നെ അതുപോലെ തന്നെ അതിൽ ട്രേസ് മിനറൽസ് ഉണ്ട്, അതുകൊണ്ട് അത് കൂടുതൽ കഴിക്കണം എന്നുള്ള ഒരു വാദവുമുണ്ട്. പക്ഷേ അതിലുണ്ടായിരിക്കുന്ന മിനറൽസ് എന്ന് പറഞ്ഞാൽ വളരെ മിനിമൽ എമൗണ്ടാണ്. അതൊരിക്കലും നമുക്ക് ആവശ്യമുള്ള ഒരവസ്ഥയിൽ ഒരു അളവിൽ ഉണ്ടാകത്തില്ല. അപ്പം ഹിമാലയൻ സോൾട്ടോ പിങ്ക് സോൾട്ടോ ഉപയോഗിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് നിശ്ചിത അളവിൽ അയഡിൻ സോൾട്ട് ഉപയോഗിക്കുന്നതാണ്. പിന്നെ നമുക്ക് ജീവിതശൈലികൾ, അപ്പോൾ സ്മോക്കിംഗ് മുതലായ നമ്മുടെ ഹാബിറ്റ്സ്, അത് തൈറോയിഡ് അസുഖത്തെ ചെറിയ രീതിയിൽ ബാധിക്കാം. പ്രത്യേകിച്ച് തൈറോയിഡ് പ്രവർത്തനം കൂടിയ ഒരു രോഗാവസ്ഥയിൽ നമുക്ക് കണ്ണിൻ്റെ അബ്നോർമാലിറ്റി ഉണ്ടാകും. ചില ആൾക്കാരിൽ ഈ കണ്ണ് പുറത്തോട്ട് തള്ളി ഇരിക്കുന്ന ഒരവസ്ഥ വരാറുണ്ട്. തൈറോയിഡ് ഓർബിറ്റോപ്പതി, ഒഫ്താൽമോപ്പതി എന്നൊക്കെ പറയുന്ന കണ്ടീഷനാണ്. അത് വരാനുള്ള സാഹചര്യം സ്മോക്കിംഗ് ഉള്ള ആൾക്കാരിൽ കൂടുതലാണ്. അത് മാത്രമല്ല അതിൻ്റെ കോംപ്ലിക്കേഷൻസ്, അത് കാരണം കാഴ്ച നഷ്ടപ്പെടാൻ വരെയുള്ള ചാൻസും അതിന് ട്രീറ്റ്മെൻറ്റിൽ നമ്മൾ കൊടുത്താൽ തന്നെ റെസ്പോണ്ട് ചെയ്യുന്നത് കുറവുമാണ് സ്മോക്കേഴ്സിൽ പൊതുവേ. പിന്നെ സ്ട്രെസ് ഒരു പരിധി വരെ നമുക്ക് ജനറ്റിക്കലി പ്രീഡിസ്പോസ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക്, അതായത് നേരത്തെ ഞാൻ പറഞ്ഞു ഫാമിലിയിലുണ്ടെങ്കിൽ തൈറോയിഡ് അസുഖം ഉണ്ടെങ്കിൽ കുട്ടികൾക്കും വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ സ്ട്രെസ്സ് ഒക്കെ ഒരു ഫാക്ടറാണ്. ഇത് നമ്മൾ തൈറോയിഡിൻ്റെ അസുഖം ഉണ്ടാകുന്നതിനുള്ള ഒരു പ്രീഡിസ്പോസിങ് കാരണമാണ്. അപ്പോൾ അത് ഒഴിവാക്കുക എന്നുള്ളതും ഒരു ഫാക്ടറാണ്. ശരി ഡോക്ടർ, വളരെ വ്യക്തമാണ്. തൈറോയിഡിനെ പറ്റിയും സമഗ്രമായ ഒരു വിവരം തന്നെയാണ് കഴിഞ്ഞ കുറച്ച് സമയങ്ങളിലായി നമ്മൾ ചർച്ച ചെയ്തത്. ഈ വിഷയത്തിൽ ഇത്രയും സമയം നമ്മളോടൊപ്പം സംസാരിച്ചത് തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ എൻഡോക്രൈനോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറായിട്ടുള്ള ഡോക്ടർ ശ്രീജിത്ത് ബാബുവാണ്. ഡോക്ടർ നന്ദി. ഹലോ ഡോക്ടറിൻ്റെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുകയാണ്.